ഗുജറാത്ത് കലാപത്തില് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരും ആയിരങ്ങളെ കൊന്ന പിന്നെ ആ വില്ലൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി വരുന്നു. 23 വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ്? പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി 23 വർഷങ്ങൾക്ക് ശേഷം ഈ ഹിന്ദുസ്ഥാനീസ് ആർ ടെല്ലിംഗ് വി വിൽ ബാൻ യുവർ ഫിലിം ആൻഡ് വി വിൽ ടേക്ക് ഔട്ട് യുവർ ഡെസിഗ്നേഷൻ ഗിവൺ ബൈ ദ മിലിറ്ററി ഡിഫൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യന്റെ സൈന്യത്തിലേക്കും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ സെയിങ് ദറ്റ് യു ആർ സെയിങ് വൺസ് എ ഡീൽ വിത്ത് they will know way to back. So നിങ്ങൾ എത്ര പറഞ്ഞാലും you are not way to back, you know. 24 വെട്ടുവെട്ടിയാലും കോടികൾ വാരിക്കൂട്ടിയാലും എമ്പുരാന് കുരുക്കുമുറുകുന്നു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് PM ഓഫീസ് കമ്മിറ്റിയിൽ എമ്പുരാൻ സിനിമ ചർച്ച ചെയ്തു എന്ന എക്സ്ക്ലൂസീവ് വിവരം കർമ്മ ന്യൂസ് ബ്രേക്ക് ചെയ്യുകയാണ്. PM ഓഫീസ് കമ്മിറ്റിയിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത് മലയാളിയും ദില്ലിയിലെ സ്ഥിര താമസക്കാരിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റുമായ നുസ്രത് ജഹാൻ കർമ്മയുമായി പങ്കുവച്ചത് ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടമായി വധിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്ന തെറ്റായ പ്രമേയം PM ഓഫീസ് കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടി. അമിത്ഷായ്ക്കെതിരെ തെറ്റായ ആരോപണം ചൂണ്ടിക്കാട്ടി. ഇത്തരക്കാരെ തീർക്കാൻ പാകിസ്ഥാനിൽ നിന്നും ഭീകര നേതാവ് എത്തുന്നു എന്ന ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാൻ അനുകൂല നിലപാട് ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ കൈവശം വയ്ക്കുന്ന മിലിറ്ററി ഒഫീഷ്യൽ പദവിയുമായി ബന്ധപ്പെട്ട അസ്വാഭാവികതകൾ ചൂണ്ടിക്കാട്ടി. PM ഓഫീസ് റിപ്പോർട്ട് പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. മാത്രമല്ല എമ്പുരാന് വിദേശത്തു നിന്നും കിട്ടുന്ന വൻ കളക്ഷനിൽ ദുരൂഹത ഉണ്ട് എന്നും GST ഇന്ത്യയിൽ വെട്ടിക്കാനാണ് എന്നും ചിത്രത്തിന് കിട്ടുന്ന വരുമാനവും ടിക്കറ്റ് വിൽപ്പനയും തമ്മിൽ എണ്ണിക്കൂട്ടി കള്ളപ്പണം എത്തുന്നത് തടയണമെന്നും നുസ്രത് ജഹാൻ ആവശ്യപ്പെടുന്നു. നുസ്രത് ജഹാൻ കർമ്മ ന്യൂസിനോട്. എമ്പുരാൻ സിനിമനെ പറ്റിയിട്ട് ഉള്ള റിപ്പോർട്ട് കമ്മിറ്റിക്ക് PM ഓഫീസ് കമ്മിറ്റിക്ക് കൊടുത്തതനുസരിച്ച് അതിൽ ഞാൻ കണ്ട എനിക്ക് ഫീൽ ചെയ്ത ആ സിനിമയുടെ ഹൊറിബിൾ തീവ്രവാദ സൈഡ് എന്താണെന്ന് ഞാൻ ഫീൽ ചെയ്തത് ഞാൻ എഴുതി. അതിന്റെ ആസ്പദമായിട്ട് ആ ഒരു കണ്ടന്റ് എന്താണോ ആ ക്രിയേറ്റിവിറ്റിയിൽ എന്താണോ ഇത്രയും മോശമായി ആന്റി നാഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ്, ക്യാരക്ടേഴ്സ് നെയിം, ഇതെല്ലാം എങ്ങനെയാണ് മിസ്യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. മോഹൻലാൽ പോലത്തെ ഒരു കേണൽ പദവിയുള്ള ഒരാൾക്ക് യോജിച്ച ഒരു ഡയലോഗ്സ് അല്ല അതിലുള്ള അദ്ദേഹത്തിന്റെ പിന്നെ പദവിക്കനുസരിച്ചുള്ള ഒരു ക്യാരക്ടറും അല്ല അദ്ദേഹം ചെയ്തത്. അപ്പോ അത് ഈ കണ്ടതുപോലെ തന്നെ എന്താണോ ഫീൽ ചെയ്ത് വാട്ട് വിൽ എ പേഴ്സൺ ഫീൽ, ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണ്, ഒരു പെട്രിയോട്ടിക് പേഴ്സൺ എന്താണോ തോന്നുന്നത് അത് എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഡിഫൻസ് മിനിസ്ട്രിക്ക് ആ റിപ്പോർട്ട് ഞാൻ കൈമാറി. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ അവസാനം വരെ പോരാടുക എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തില്, ഈ എമ്പുരാൻ വിഷയത്തില് എത്ര മാപ്പ് പറഞ്ഞാലും നമ്മൾക്ക് പറയാനുള്ളത് അതാ. എന്നൊക്കെ ഇപ്പൊ കണ്ടു, ഇതിന്റെ ചർച്ചകൾ കണ്ടു ഇന്നലെ ഇന്നൊക്കെ ഫുള്ള് അല്ലെ, മലയാളക്കാരെ മുഴുവനും മലയാളികളുള്ള രാജ്യം മുഴുവനും ഇത് ചർച്ച ചെയ്യണു. തിയേറ്റർ ഫുള്ളാവുന്നു, പണം ഒഴുകുന്നു. GST ഇല്ലാത്ത പണം വിദേശ രാജ്യങ്ങളിൽ ആണ് ഏറ്റവും അധികം എമൗണ്ട് ഇതിന്റെ പിന്നെ ഇത് കാണിക്കുന്നത്. കണ്ടതിന്റെ ക്രോസ് കൂടുന്നത് അന്യരാജ്യങ്ങളിലാണ്. അപ്പൊ ഇന്ത്യയിലെ കണക്ക് കാണിച്ചാൽ അതിന്റെ GST അടയ്ക്കേണ്ടി വരും. അപ്പൊ അതുപോലും പ്ലാൻ ചെയ്തിട്ട് അതിന്റെ കച്ചവടം കാണിക്കണം. ഓക്കെ, സമ്മതിച്ചു, എമ്പുരാൻ ഒരിക്കലും പണത്തിന്റെ പേരിൽ തകരുന്നില്ല. പണത്തിന്റെ പേരിൽ അത് തകരാൻ പോകുന്നില്ല. അവര് വിചാരിച്ച കച്ചവടം കിട്ടി. എമ്പുരാൻ ടീമിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കച്ചവടം കിട്ടുന്നു നമുക്ക് ഉറപ്പാ. അല്ലാതെ നമ്മളെ കളിയാക്കിയോ 100 കോടിയായി 200 കോടിയായി അതിന്റെ ഗ്രാഫ് കൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പിന്നെന്താ പറയാ അങ്ങോട്ട് ബേജാറായി പോകുന്നില്ല. അവർക്ക് അതും കിട്ടും, അതിന്റെ അപ്പുറവും കിട്ടും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് ഇതിന്റെ 10 ഇരട്ടി കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇറ്റ് വാസ് എ ബിഗ്
ബിഗ് മെസ്സേജ്. അവര് വിഷം തുപ്പിക്കഴിഞ്ഞു. ആ തുപ്പിയത് തുടച്ചാലൊന്നും പോവില്ല. ആ വിഷത്തിന്റെ സമൂഹത്തിലേക്ക് തുപ്പിയ വിഷത്തിന്റെ അംശങ്ങൾ ഓരോരുത്തരിലും അത് എഫക്റ്റീവ് ആവും. എല്ലാവരും നമ്മളൊക്കെ തന്നെ നമ്മളെ സമയം കളഞ്ഞ് ഇതിന് സംസാരിക്കുന്നു. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അത്രയ്ക്കും ഭീകരമായ ഒരു സംഗതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് വാതോരാതെ സംസാരിക്കുന്ന CPMന്റെ നേതാക്കന്മാരും പിന്നെ ഭരിക്കുന്ന പാർട്ടിന്റെ മുഖ്യമന്ത്രി എല്ലാവരും സിനിമ കണ്ട ആവിഷ്കാരം പറഞ്ഞു. അപ്പൊ ഇതേപോലത്തെ ഒരു സിനിമ എൻ്റെ ഒരു സുഹൃത്തായ 51 വെട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ TP ചന്ദ്രശേഖരന്റെ സിനിമ വന്നപ്പോ അയാളെ കേരളട്ട് മുഴുവൻ അവർ ഓടിച്ചിട്ട്. കാരണം ആ സിനിമ പ്രദർശിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. ഇതിലെ തന്നെ എഴുത്തുകാരനായ മുരളി ഗോപിന്റെ ഒരു സിനിമ അവര് പിന്നെ പ്രദർശിപ്പിക്കാൻ കാണിച്ചില്ല. അപ്പൊ അവിടെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ് വന്നപ്പോ, കേരള സ്റ്റോറി വന്നപ്പോ ഒന്നും പിന്നെ ഇവർക്ക് വേണ്ടപ്പോ ഒക്കെ എല്ലാം ഒക്കെ ഓക്കിയ. അപ്പൊ അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല. അവിടെ try to ban cinema. Definitely the cinema will be banned by the central ministry. If the home ministry of the country is insulted by this film, Emburan film, the home ministry of the country, Mr. Amit Shah, is insulted, means through a religion rights and murdering the Muslim community, he came to power, they are saying in the film. No. So in that film it mentioned ഗുജറാത്ത് കലാപത്തില് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരും ആയിരങ്ങളെ കൊന്ന പിന്നെ ആ വില്ലൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി വരുന്നു. 23 വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ്? പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി 23 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ ഒരു 14 വയസ്സുകാരൻ പാകിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പിലെത്തി അവന് ട്രെയിനിങ് കൊടുത്ത് പിന്നെ എന്താണ് ലഷ്കർ ഇ തോയ്ബന്റെ ട്രെയിനിങ് കിട്ടി വന്ന ആളാണ് കേരളത്തിനെ രക്ഷിക്കാൻ എന്നുള്ളത് കാണിച്ച് ഈ പിന്നെ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായി എല്ലാ കൊലപാതകം ചെയ്യുക, അയാളെ ഇല്ലാതാക്കാനും രാജ്യത്തെ ഇല്ലാതാക്കാനും മൂന്നാമത്തെ ഒരു പിന്നെ സംഘം കേരളത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടി ചെയ്ത ഈ പ്രവൃത്തി സിനിമ ആവിഷ്കാരാവാ, കഥയാവാ, ഒക്കെ ആവാം. പക്ഷെ വൈ ഡു യു വോണ്ട് ടു ഹൈലൈറ്റ് പിന്നെ പാകിസ്ഥാനിലൊരു തീവ്രവാദിനെ ഇവിടുത്തെ എത്ര ഹൈപ്പാക്കിയോ ഞങ്ങളുണ്ട് എന്ന് പറയണേ. പാകിസ്ഥാൻ ക്രിക്കറ്റിന് കൈയടിക്കുമ്പോൾ നമ്മൾ ഇത്രയൊന്നും അവർ ചിന്തിക്കുന്നു വിചാരിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യ ജയിച്ച് പാകിസ്ഥാൻ തോൽക്കുമ്പോൾ സങ്കടപ്പെടുന്ന സുഡാപ്പികൾക്ക് പോലും പിന്നെ ഇത്രയൊന്നും ചെയ്യുന്നു നമ്മൾ ആലോചിച്ചില്ല. പക്ഷെ ഇത് നമ്മൾ സുഡാപ്പിയായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഹിന്ദുക്കൾ തന്നെയാണല്ലോ അപ്പൊ ഇതിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇവരില്ലേ, അപ്പൊ മതം ഹിന്ദു തന്നെയാണ് ഇതിന്റെ ശത്രു. ഓരോ ഹിന്ദു ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ പറയുക ഭാരതത്തിലെ. ഹിന്ദു മീൻസ് ഹിന്ദുസ്ഥാനി. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ, ഹേ മലബാറി എന്ന് ചോദിക്കുമ്പോൾ ഹേ നെയ് മേ ഹിന്ദുസ്ഥാനി ഹും. ആ ഹിന്ദുസ്ഥാനി വി ഹിന്ദുസ്ഥാനീസ് ആർ ടെല്ലിംഗ് വി വിൽ ബാൻ യുവർ ഫിലിം ആൻഡ് വി വിൽ ടേക്ക് ഔട്ട് യുവർ designation given by the military defense of India to make ഇന്ത്യന്റെ സൈന്യത്തിലേക്കും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ്. യു ആർ സെയിങ് ദാറ്റ് യു ആർ സെയിങ് വൺസ് എ ഡീൽ വിത്ത് devil, no way to back. So നിങ്ങൾ എത്ര പറഞ്ഞാലും യു ആർ നോട്ട് വേ ടു ബാക്ക്, യു നോ. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നില് ആരാണോ പ്രവർത്തിച്ചത് ഇവരൊന്നുമല്ല. ഈ സിനിമയിൽ അഭിനയിച്ചവരോ എഴുതിയവരോ ഒന്നുമല്ലാത്തൊരു വലിയ ശക്തി. സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടറിനെ സിനിമയിലും റിവീൽ ചെയ്യുന്നില്ല ആരാണ് അദ്ദേഹം. അതുപോലെ ഒരു അജ്ഞാതനായ ഒരു വ്യക്തി, ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിന്റെ പിന്നിലുണ്ട്. അതാരാണോ അവരെ പുറത്തു കൊണ്ടുവരണം. ഈ ഫിലിമിന് എവിടെ നിന്നാണോ ഫണ്ട് വന്നത്, ഇത് ആരിലൊക്കെയാണോ പിന്നെ പോയത് ഇവരെ കണക്ഷൻസ്, അത് പുറത്തു കൊണ്ടുവരണം എന്നാണ് നമ്മൾ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിക്കും ഇതെല്ലാം വെച്ച് ഡയലോഗ്സും തീവ്രവാദത്തിന്റെ ഡയലോഗ്സും എല്ലാം വെച്ചിട്ട് ഡെവിൾസ് ഡീൽ എടുത്ത ഇവരെ നമ്മൾക്ക് വിടാൻ പറ്റൂല.
അയാൾ തന്നെ പറയുന്നുണ്ട്, മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, വൺസ് യു ആർ ടേക്കൺ എ ഡെവിൾസ് ഡീൽ, നോ വേ ടു ബാക്ക്. സോ ഐ തിങ്ക് you have no way to back. You should apologize not only the people, to the country also. അതാണ് പറയാനുള്ളത്. അപ്പോൾ വലിയൊരു ഉള്ളടക്കം ചിലതെല്ലാം റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനും പറ്റില്ല. അതുകൊണ്ട് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ, കാരണം നിങ്ങളും എല്ലാം ആകാംക്ഷയോടെ ഈ ഫിലിമിനെ പറ്റിയിട്ട് കാത്തിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നമ്മൾ നല്ലതിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട്. താങ്ക് യു.